അങ്ങനെ ബാസ ജോൺ ഗാർസിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. 31 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് എസ്പാനോളിലെ ഒരു താരം ഡയറക്റ്റ് ആയിട്ട് ബാസയിൽ ജോയിൻ ചെയ്യുന്നത്. അതുമാത്രമല്ല പ്ലെയറിന് ബാസ ബോർഡ് 2031 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയറിന്റെ സാലറി എന്ന് പറയുന്നത് 304 മില്യൺ യൂറോസിനടുത്തുള്ള ഒരു സാലറിയാണ്. അപ്പോൾ ഈ ഒരു താരം ബാസിൽ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും റിയാലിറ്റി എന്നതെല്ലാം കണ്ടറിയാം. എന്തായാലും വെൽക്കം ജോൺ ഗാർസിയ. പിന്നെയുള്ളൊരു പോസിറ്റീവ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺ ലപ്പോർട്ട റീസെൻ്റ് ആയിട്ട് കൺഫേം ആക്കി, അതായത് ബാസ 1:1 റൂളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. കാരണം ഈ പറയുന്ന തെബസ് ഈ അടുത്തൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞു ബാസ 1:1 റൂളിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ജോൺ ലപ്പോർട്ട ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. പിന്നെയുള്ളൊരു പോസിറ്റീവ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നീക്കി വില്യംസിനെ കുറിച്ചാണ്. അപ്പോൾ നീക്കി വില്യംസിൻ്റെ സിനാരിയോ എന്ന് പറയുന്നത് പ്ലെയർ ഇപ്പോൾ ബാസയിൽ ജോയിൻ ചെയ്യാൻ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ഓഫേഴ്സും പ്ലെയർ റിജക്റ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ഇത് മാത്രമല്ല പ്ലെയർ വേസ്റ്റ് കട്ട് വരെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്ലെയറിൻ്റെ ഡീല് ബാസ് പോസിബിൾ ആക്കുകയാണെങ്കിലും ചില താരങ്ങളുടെ എക്സിറ്റ് നടത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ രജിസ്ട്രേഷൻ കുറച്ചും കൂടി ഈസി ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെയാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഹോസെ അൽവാരസ് പറഞ്ഞത് 2 to 3 ആഴ്ചക്കുള്ളിൽ നീക്കോ വില്യംസിൻ്റെ റിലീസ് ക്ലോസ് ബാസ ട്രിഗർ ചെയ്യുമെന്നാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു താരത്തിൻ്റെ റിലീസ് ക്ലോസ് ബാസ ട്രിഗർ ചെയ്യും. പ്ലെയർ ബാസ പ്ലെയർ ആയിരിക്കും. എന്തായാലും പ്ലെയറിൻ്റെ ഇപ്പോഴത്തെ എയിം എന്ന് പറയുന്നത് ഒന്നിക്കോ ബാസ അല്ലെങ്കിൽ അത്ലറ്റിക് ബിൽബാവിൽ കണ്ടിന്യൂ ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് നടക്കുന്ന രീതിയിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോക്കുന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. പിന്നെയുള്ളൊരു അപ്ഡേറ്റ്, ബാസ ലെഫ്റ്റ് ബാക്ക് റോളിൽ ഒരു പ്ലെയർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ബാസയുടെ മുൻ താരമായിട്ടുള്ള ഗ്രിമാൾഡോ ആണ്. അപ്പോൾ ആ ഒരു താരത്തിൻ്റെ റിലീസ് കോസ്റ്റ് ഏകദേശം 18 മില്യൺ യൂറോസാണ്. അപ്പോൾ അത് ട്രിഗർ ചെയ്യാനാണ് ബാസയുടെ പ്ലാൻ. അപ്പോൾ ഈ ഒരു താരത്തെ കൊണ്ടുവരാൻ ബാസ പ്ലാൻ ഉണ്ട്. പക്ഷേ അതിനു മുൻപ് ചില താരങ്ങൾ എക്സിറ്റ് നടക്കാനുണ്ട് എന്നൊക്കെയാണ് ചില റിപ്പോർട്ട്സ് പറയുന്നത്. എന്തായാലും ഈ പറയുന്ന നീക്കോ വില്യംസ് ഡീൽ നടന്നു കഴിഞ്ഞാൽ ബാസ എന്തായാലും ഈ പറയുന്ന ഗ്രിമാൾഡോ ഡീലിന് പിന്നാലെ പോകും. പിന്നെ അതിൻ്റെ കൂടെ റാഷ്ഫോർഡ് ഡീലും നടത്താൻ ബാസ ശ്രമിക്കും, ലോൺ ഡീൽ വഴി മാത്രം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന താരങ്ങളെല്ലാം ബാസയിൽ ജോയിൻ ചെയ്യും. എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം.